ചെമ്പുഴക്കാവിലേക്ക്. അന്തിമാനം ചായം പൂശണ ചെമ്പുഴക്കാവിൽ ആരോ കത്തിച്ച വിളക്കുകളെ ചൊല്ലി ആക്കര നാട്ടത്തിൻ സാക്ഷിമൊഴി. ചെമ്പുഴ ദേശത്തെ കാവിലെ കോമരം മെയ്കരുത്തൊരു കുഞ്ഞനന്ദൻ. നാടിനും നാട്ടാർക്കും ഗുണം വരാനുരിയാത്ത തുള്ളി പറയുന്ന കോമരം. കോമരത്തച്ഛനും പത്രിയാം താരൂരും ആഴിമാതാവ് കൊടുത്തൊരുണ്ണി. 3-ാം വയസ്സിൽ മുടിയിറക്കി, 7-ാം വയസ്സിൽ എഴുത്തിറാക്കി ഉണ്ണിയെ കണ്ണായി വളർത്തിയവർ. വിധി തൻ ക്രൂരമാം വിളയാട്ടത്തിൽ കോമരം ദീനത്താൽ മൺമറഞ്ഞു. നാട്ടാചാരവും ക്ഷേത്രാചാരവും കാക്കാൻ ഉണ്ണിയെ ചെമ്പുഴക്കാവിലെ കോമരമാക്കാൻ തമ്പ്രാന്റെ കുളിമാനമെത്തി. തിരുവായ്ക്കെതിരില്ലാതെ പാൽച്ചോറ് മാറും മുമ്പേ ചെമ്പുഴക്കാവിലെ കോമരമായി ഉണ്ണി ജീവിതം ദേവിക്കായി ഒഴിഞ്ഞു വെച്ചു. ചെമ്പുഴക്കാവിലെ കാര്യക്കാരൻ ചതിയനിൽ ചതിയനം കണ്ടൻ നായർ കോമരത്തച്ഛന്റെ പത്നിയെ കണ്ട് ഉള്ളിൽ മോഹമുദിച്ച നായർ ഒരു നാൾ കാവിന്റെ ഇടവഴിയോരത്ത് ആരുടെ കയ്യിൽ പിടിച്ചു നായർ. മുഖമടെ ചാട്ടിത്തിരിഞ്ഞു നടന്നവർ നായരോ അടിയേറ്റ മൂർഖനായി. ചെമ്പുഴക്കാവിൽ കളിയാട്ട കാലമായി നാടിനും നാട്ടാർക്കും ഉത്സവമായി. ആയിരത്തൊന്ന് കൊള്ളി വിറകിനാൽ വേലേരി കത്തിച്ച് കനലാട്ടമാടണം കോമരവും. മനസ്സിൽ പകയുള്ള കണ്ടൻ നായർ കനലാട്ടക്കുഴിയിൽ ആഴം കൂട്ടി ആനച്ചങ്ങല ഉള്ളിൽ കെട്ടി ചതിയുടെ വേലേരി കനലൊരുക്കി. അമ്പലക്കുളത്തിൽ കുളിച്ചു മുങ്ങിയുണ്ണി പള്ളിവാഴേന്തി കൂറ ചുറ്റി. വെളിവാട് പോലെ ഉറഞ്ഞു തുള്ളി വേലേരിക്കരികിൽ ഓടിയെത്തി. 3 മലം വെച്ചാത്തു വിളിച്ച് വേലേരിക്കടലിൽ പാഞ്ഞുകേറി. ചതിയാൽ തീർത്തുക വേലേരിക്കടലിൽ പാവമായി താഴ്ന്നുപോ. അതറിയാതെ കാര്യമറിയാതെ നാടും നാട്ടാരും നോക്കി നിൽക്കേ ഒരു സൂര്യകോളമായി ഉയർന്നു വന്നു. മറ്റൊരു കനൽ കട്ട പോലെയും നീ ദേവി തൻ തിരുനട മുമ്പിലെത്തി. പിന്നെ കരലാറി കറുത്തൊരു കരിക്കട്ടയാ. ചെമ്പുഴക്കാവിൽ കളിയാട്ടമാകുമ്പോൾ അഗ്നിവിശ്വാസ